10ാം ക്ലാസ് പരീക്ഷയുടെ അവസാനഘട്ട ഒരുക്കത്തിലാണ് തൃശൂർ അരുമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. അധ്യാപകൻ രഞ്ജിത്ത് പി കുര്യാക്കോസിന്റെ നേതൃത്വത്തിലാണ് തയ്യാറെടുപ്പ്. സൂരജ് സജി കുട്ടികൾക്കിടയിൽ നിന്നും തത്സമയം ചേരുകയാണ്. കുട്ടികളെ കൂടുതൽ സമയം കളയേണ്ട സൂരജ്, ഗുഡ് മോർണിംഗ്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾ പരീക്ഷ എഴുതാനുള്ള ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടെ, പറയൂ. തീർച്ചയായും SLC പരീക്ഷയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. അത് പഠനം എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ പരിശീലനം, ഈ പരീക്ഷാ പേടിയൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായും SLC പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യ ദിനം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആശങ്കകളൊക്കെ ഉണ്ടാകും. എന്തായാലും നമ്മളോടൊപ്പം ചേരുന്നത് ഈ അരുമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. നമ്മളെ പേരെങ്ങനെയാ? റോസ്മരിയ. പഠിത്തമൊക്കെ പൂർത്തിയായോ? ഇന്ന് മലയാളം പരീക്ഷയല്ലേ, ഇപ്പൊ എല്ലാം പഠിച്ചോ? എല്ലാം പഠിച്ചു. എങ്ങനെയുണ്ട്? പേടിയുണ്ടോ? ആദ്യമായിട്ട് എഴുതാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞോ? എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു? എല്ലാ ചാപ്റ്ററും എളുപ്പമാണോ മലയാളം പരീക്ഷ? എങ്ങനെ എളുപ്പമാണോ? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട വിഷയമാണോ മലയാളം? എല്ലാവരും പഠിത്തമൊക്കെ പൂർത്തിയായി. നമ്മളോടൊപ്പം ഇപ്പോൾ രഞ്ജിത്ത് മാഷ് കൂടിയാണ് ചേരുന്നത്. മാഷെ, ഇപ്പോൾ ഇവരെ പോലെ തന്നെ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന പലർക്കും പേടി ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഈ പേടിയുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത്? നമ്മൾ SSLC പരീക്ഷ വളരെ പ്രാധാന്യമുള്ള പരീക്ഷയാണ്. മറ്റ് പൊതുപരീക്ഷകൾ എന്തുണ്ടെങ്കിലും SLCക്ക് അതിൻ്റേതായുള്ള ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ഭയാശങ്കകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞങ്ങളെ HSS അരുമ്പൂരിൽ ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി അവർക്ക് ക്ലാസ് ടെസ്റ്റുകളും അതേപോലെ തന്നെ വിശകലനങ്ങളൊക്കെ നടത്തി, വിവിധ ടെസ്റ്റുകളൊക്കെ നടത്തി, ഈവനിങ് ക്ലാസ്സും അതേപോലെ നൈറ്റ് ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് ഓരോ കാറ്റഗറി ആയിട്ട് ആവശ്യമുള്ള കുട്ടികൾക്ക് അതൊക്കെ കൊടുത്തുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ നേരിടാനുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ മിക്ക സ്കൂളുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഞങ്ങൾ കുട്ടികളോട്, ഇപ്പം എൻ്റെ മോൾ ഉൾപ്പെടെ ഈ 190 കുട്ടികൾ ഇപ്രാവശ്യം ഞങ്ങളുടെ സ്കൂളിൽ SLC പരീക്ഷ എഴുതുന്നുണ്ട്, മോൾ ഉൾപ്പെടെ. അവരോടൊക്കെ എൻ്റെ വീട്ടിലായാലും സ്കൂളിലായാലും പറയുന്നത്, നിങ്ങൾ മൈൻഡ് ഫ്രീ ആക്കി പരീക്ഷയുടെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം ഒട്ടും കളയാതെ വളരെ ടെൻഷൻ ഫ്രീ ആയി സന്തോഷത്തോടു കൂടി പരീക്ഷയെ അഭിമുഖീകരിക്കുക. വിജയം നമ്മുടെ കൈപ്പിടിയിലാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും, വളരെ വിജയം നിങ്ങളുടെ കൈപ്പിടിയിലാണ്. ഇത് ഇന്ന് പൊതുപരീക്ഷ ആരംഭിക്കുന്ന ഈ സമയത്ത് എല്ലാ കുട്ടികളോടും പറയാനുള്ള ഒരു സന്ദേശം ഇത് തന്നെയാണ്. എന്തായാലും മോനെ, പഠിത്തമെല്ലാം പൂർത്തിയായി. ഇത് സാറും സാറിന്റെ മകളുമാണ് സ്കെൻ. എന്തായാലും ഈ കുട്ടികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സ്കെൻ. ഓക്കെ, താങ്ക് യു സൂരജ് സജി. പ്രിയപ്പെട്ട കുട്ടികളെ, SSLC ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഈ പരീക്ഷയൊക്കെ നിങ്ങൾക്ക് നിസ്സാരമാണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ഒരു കാര്യം മാത്രം നിർബന്ധ ബുദ്ധിയോടെ മനസ്സിലാക്കുക. എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി, ഞാൻ MA പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു 5 essay എഴുതേണ്ട ഒരു പരീക്ഷയായിരുന്നു അത്. 20 മാർക്ക് ഒരു essayക്കുണ്ട്. എന്നാൽ essay ചോദ്യം കൃത്യമായി വായിച്ചു നോക്കാത്തതുകൊണ്ട് ആ ഉത്തരം മുഴുവനായിട്ട് തെറ്റിപ്പോയി. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നില്ല ഞാൻ എഴുതിയത്. 20 മാർക്ക് അപ്പാടെ അങ്ങ് പോയി. ഒരുപക്ഷേ ഒരു റാങ്ക് കരസ്ഥമാക്കുന്ന സാഹചര്യം പോലും ഇതുമൂലം നഷ്ടമായി എന്നുള്ളതാണെന്ന് ഉണ്ടായ സംഭവം. അപ്പോൾ അത് അധ്യാപകർക്കൊക്കെ വലിയ വിഷമമായി. കാര്യം അവരുടെ മുമ്പിൽ ഒരു റാങ്ക് ജേതാവെന്ന പ്രതീക്ഷയിൽ നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പം നമ്മൾ ഒരു കാര്യമുള്ളൂ, അതൊക്കെ പഴയ കഥ, കാര്യമൊന്നുമില്ല. ഇപ്പോൾ റാങ്ക് കിട്ടിയാലും എന്തോ അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ചോദ്യം നല്ല കൃത്യമായിട്ട് നമ്മൾ വായിച്ചു നോക്കണം. 1, 2, 3, 4 തവണ ചോദ്യം വായിച്ചു നോക്കിയാലും കുഴപ്പമില്ല. കാരണം ഈ ചോദ്യത്തിന് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിന് തന്നെ ഉത്തരം എഴുതണം. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് വേറെ ചോദ്യമാണെന്ന് സംശയിക്കും. അതുകൊണ്ട് ഈ ചോദ്യം ആദ്യം നമുക്ക് മനഃപ്പാടമാക്കണം. ഇതാണ് ചോദ്യം എന്ന്, നിൻ്റെ പേരെന്താണ്, പേരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ 2-3 തവണ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കണം. എന്ന് പറയുന്ന പോലെ ചോദ്യം കൃത്യമായി നോക്കുക, ചോദ്യം കൃത്യമായി മനസ്സിലാക്കുക, അത് പിന്നെ ഒന്നുകൂടെ പരിശോധിക്കുക. 4ാം തവണയും പരിശോധിച്ചിട്ട് മാത്രമേ ഉത്തരക്കടലാസിലേക്ക് നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കാവൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ.